വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ലെസൻ്റെ 2ാം ഭാഗമാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്കൊന്ന് പോകാം. ആലീസ് stood up. ആലീസ് എഴുന്നേറ്റു. ആൻഡ് saw a small door about 15 inches high. ഒരു 15 ഇഞ്ച് പൊക്കമുള്ളൊരു ചെറിയ കതക് കണ്ടു. ഇറ്റ് വാസ് ടു സ്മോൾ ഫോർ ഹർ ടു ഗോ ത്രൂ. അവൾക്ക് കടന്നു പോകാനാവാത്ത വിധം ചെറുതായൊരു കഥകായിരുന്നു അത്. ഷീ സോ എ ഗ്ലാസ് ടേബിൾ. അവളൊരു ഗ്ലാസ് ടേബിൾ കണ്ടുകൂടെ, ഗ്ലാസ് കൊണ്ടൊരു മേശ. വിത്ത് എ ഗോൾഡൻ കീ ഓൺ ഇറ്റ്. അതിലൊരു സ്വർണ്ണ നിറത്തിലുള്ള താക്കോലും ഉണ്ടായിരുന്നു. ഷീ ട്രൈഡ് ദ ലിറ്റിൽ ഗോൾഡൻ കീ ഇൻ ദ ലോക്ക്. അവളെന്ത് ചെയ്തു? അവളതെടുത്തിട്ട് ഷീ ട്രൈഡ് ദ ലിറ്റിൽ ഗോൾഡൻ കീ, ആ ചെറിയ ഗോൾഡൻ കീ ഉണ്ടല്ലോ സ്വർണ്ണ നിറത്തിലുള്ള താക്കോല്, അവളത് ലോക്കിൽ ഉപയോഗിച്ചു. ആൻഡ് ടു ഹെർ ഡിലൈറ്റ് ഇറ്റ് ഫിറ്റഡ്. ആ താക്കോല് തികച്ചും യോജ്യമായിരുന്നു, തികച്ചും അനുയോജ്യമായിരുന്നു. അപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. ആൻഡ് ഹെർ ഡിലൈറ്റ് ഇറ്റ് ഫിറ്റഡ്. ആ താക്കോല് കൃത്യമായിട്ട് യോജിച്ചതായതുകൊണ്ട് അവൾക്ക് സന്തോഷം തോന്നി. അലീസ് ഓപ്പൺഡ് ദ ഡോർ. അലീസ് കതക് തുറന്നു. അലീസ് ഓപ്പൺഡ് ദ ഡോർ. അലീസ് കതക് തുറന്നു. ആൻഡ് ലുക്ക്ഡ് ഇൻ ടു ദ ലവ്ലിയസ്റ്റ് ഗാർഡൻ ഷി ഹാഡ് എവർ സീൻ. അവൾ നോക്കപ്പോൾ കണ്ടത് എന്താണ്? ആൻഡ് ഷീ സോ ദ ലവ്ലിയസ്റ്റ് ഗാർഡൻ ഷീ ഹാഡ് എവർ സീൻ. അവൾ കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും ലവ്ലിയസ്റ്റ് ആയിരിക്കുന്ന ഗാർഡൻ അവൾ കണ്ടു. ഹൗ ഷീ ലോങ് ടു ബി എമംഗ് ദോസ് ബഡ്സ് ഓഫ് ബ്രൈറ്റ് ഫ്ലവേഴ്സ്. ഹൗ ഷീ ലോങ് ടു ബി, താൻ എത്ര ആഗ്രഹിച്ചിരുന്നെന്നോ. ടു ബി എമംഗ് ദോസ് ബഡ്സ് ഓഫ് ബ്രൈറ്റ് ഫ്ലവേഴ്സ്, ആ നല്ല തിളക്കമാർന്ന ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ പോയി നിൽക്കുന്നതിന്. ഹൗ ഷീ ലോങ് ടു ബി എമംഗ് ദോസ് ബഡ്സ് ഓഫ് ബ്രൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ദോസ് കൂൾ ഫൗണ്ടൻസ്. അതുപോലെ അവിടുത്തെ കൂളായിരിക്കുന്ന ജലധാരയുണ്ടല്ലോ, നല്ല തണുത്ത ജലധാര, അവിടെയൊക്കെ പോയി നിൽക്കുന്നതിന് അവൾ എന്താ ആഗ്രഹിച്ചെന്നോ. ബട്ട് ഷീ കുഡ് നോട്ട് ഈവൻ ഗെറ്റ് ഹെർ ഹെഡ് ത്രൂ ദി ഡോർവേ. എന്നാൽ അവൾക്ക് അവളുടെ തല പോലും ആ കഴുതയിലൂടെ പുറത്തോട്ടിടാൻ കഴിഞ്ഞില്ല. ബട്ട് ഷീ കുഡ് നോട്ട് ഈവൻ ഗെറ്റ് ഹെർ ഹെഡ് ത്രൂ ദ ഡോർവേ. ഡോർവേയിലൂടെ തൻ്റെ തല പോലും പുറത്തേക്ക് ഇടാൻ അവൾക്ക് സാധിച്ചില്ല. ഓ ഹൗ ഐ വിഷ്, ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഐ കുഡ് ബിക്കം സ്മോളർ. എനിക്കൊന്ന് ചെറുതാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഷീ എക്സ്ക്ലെയിംഡ് ലൗഡ്ലി. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ കഥ എടുത്തിട്ടുള്ളത് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന നോവലിൽ നിന്നാണ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന നോവലിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്. ഈ നോവൽ എഴുതിയ ആളുടെ പേര് ലിവിസ് കരോൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് ലൂയിസ് കരോൾ എന്നാണ്. ഇനി നമുക്ക് പുതിയ വേർഡ്സൊക്കെ നോക്കാം. ന്യൂ വേർഡ്സ്. ഒന്ന് സ്കാമ്പർ. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാമ്പർ, ഹറി, റൺ, റഷ് എന്നൊക്കെയാണ് സ്കാമ്പറിൻ്റെ അർത്ഥം. ഹറി എന്ന് പറയാം, റൺ എന്ന് പറയാം, റഷ് എന്ന് പറയാം, കേട്ടോ. വേസ്റ്റ് എന്താണ്? ക്ലോസ് ഫിറ്റിംഗ് വേസ്റ്റ് ലെങ്ത് ഗാർമെൻറ്റാണ്. നല്ല ശരീരത്തെ ഫിറ്റായി കിടക്കുന്ന അരയറ്റം വരെയുള്ള ഗാർമെൻറ്റിനാണ് ഈ പറയുന്ന വേസ്റ്റ് കോട്ട് എന്ന് പറയുന്നത്. പോപ്ഡ് മീൻസ് ഡ്രോപ്ഡ്, വീണുപോയി. ഡിസപ്പിയർഡ് മീൻസ് അപ്രത്യക്ഷമായി. വിസ്കേഴ്സ് മീൻസ് പൂച്ചയുടെയും സിംഹത്തിൻ്റെയൊക്കെ മീശരോമത്തിനായി വിസ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ മീശരോമത്തിനാണ് വിസ്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ. റീഡിങ് ഈസ് ഫൺ. വായിക്കുന്ന ഒരു രസമുള്ള കാര്യമാണല്ലേ, തമാശയാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം. വൈൽ ലിസണിങ് ടു സ്റ്റോറി വാട്ട് ഡിഡ് ആലീസ് സീ. കഥ കേട്ടുകൊണ്ടിരുന്നപ്പോഴേ ആലീസ് എന്താ കണ്ടത്? ഉത്തരം ഇതാണ്. ആലീസ് സോ എ വൈറ്റ് റാബിറ്റ്. അത് എളുപ്പമുള്ള അല്ലേ, വേഗം എഴുതാം. ആലീസ് സോ എ വൈറ്റ് റാബിറ്റ്. ആലീസ് ഒരു വെളുത്ത മുയലിനെ കണ്ടു. രണ്ടാമത്തെ ചോദ്യം. വാട്ട് വാസ് ഡിഫറെൻറ്റ് അബൌട്ട് ദ റാബിറ്റ് ദാറ്റ് ആലീസ് സോ. ആലീസ് കണ്ട ആ മുയലിനുള്ള പ്രത്യേകത എന്തായിരുന്നു വ്യത്യാസം? ഉത്തരം ഇതാണ്, ഞാൻ പറയാം കേട്ടോ. ദ റാബിറ്റ് വാസ് സോ ഡിഫറെൻറ്റ്. ഈ മുയൽ അല്പം വ്യത്യാസമുള്ളതായിരുന്നു കേട്ടോ. ദാറ്റ് ഇറ്റ് വാസ് വെയറിങ് എ ബ്ലൂ കോട്ട്. അതൊരു നീല കോട്ട് ധരിച്ചിരുന്നു. ആൻഡ് എ റെഡ് വേസ്റ്റ് കോട്ട്. ഒരു ചുവന്ന വേസ്റ്റ് കോട്ട് കണ്ടില്ലേ, അതും ധരിച്ചിട്ടുണ്ട്. ഇറ്റ് കുഡ് സ്പീക്ക്. അവന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇറ്റ് ഹാഡ് എ ബിഗ് വാച്ച്. അവനൊരു വലിയ വാച്ച് കൊണ്ടായിരുന്നു. അതാ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നോക്കിക്കേ, അടുത്ത ചോദ്യം. വേർ ഡിഡ് ദ റാബിറ്റ് ഗോ. എവിടെയാണ് മുയൽ പോയത്?
ദ റാബിറ്റ് വെൻ ഡൗൺ ഇൻ ടു എ റാബിറ്റ് ഹോൾ. അവിടെയാണ് പോയതല്ലേ. ദ റാബിറ്റ് വെൻ ഡൗൺ ഇൻ ടു എ റാബിറ്റ് ഹോൾ. ഒരു മുയൽ മാളത്തിലേക്കാണ് അത് പോയത്. അടുത്തത് ഹൗ ഡിഡ് ആലീസ് റീച്ച് വണ്ടർലാൻഡ്. എങ്ങനെയാണ് ആലീസ് വണ്ടർലാൻഡിൽ ചെന്നത്? ആലീസ് റീച്ച് ദ വണ്ടർലാൻഡ് ബൈ ഫോളോവിങ് റാബിറ്റ്. ഒന്നുകൂടെ പറയാവേ. ആലീസ് റീച്ച് വണ്ടർലാൻഡ് ബൈ ഫോളോവിങ് ദ റാബിറ്റ്. റാബിറ്റിനെ പിന്തുടർന്നിട്ടാണ് വണ്ടർലാൻഡിൽ ചെന്നത്. എഴുതണേ. ആലീസ് റീച്ച് വണ്ടർലാൻഡ് ബൈ ഫോളോവിങ് ദ റാബിറ്റ്. അടുത്തത് വാട്ട് സ്ട്രേഞ്ച് തിങ്സ് ഡിഡ് ആലീസ് സീ. വാട്ട് സ്ട്രേഞ്ച് തിങ്സ് ഡിഡ് ആലീസ് സീ. ആലീസ് എന്ത് സ്ട്രേഞ്ച് ആയിരിക്കുന്ന കാര്യമാണ് കണ്ടത്? ആലീസ് സോ എ വെരി സ്മോൾ ഡോർ. ആലീസ് കണ്ടു ഒരു വളരെ ചെറിയ ഡോർ അല്ലേ. ത്രൂ ദ ഡോർ ഷീ സോ ദ ലവ്ലിയസ്റ്റ് ഗാർഡൻ. ത്രൂ ദ ഡോർ ഷീ സോ ദ ലവ്ലിയസ്റ്റ് ഗാർഡൻ. ലവ്ലിയസ്റ്റ് ഗാർഡൻ ഷീ ഹാഡ് എവർ സീൻ. അവൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലവ്ലിയസ്റ്റായ ഗാർഡനാണ് കണ്ടത്. വിത്ത് ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് ഫ്ലവേഴ്സ്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന തിളക്കമാർന്ന ഫ്ലവേഴ്സ് ഉണ്ട്. ആൻഡ് കൂൾ ഫൗണ്ടൻസ്. അതുപോലെ തണുത്ത ജലധാരയുമുണ്ട് അവിടെ. അടുത്ത ചോദ്യം ഡെസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകൾ തന്നെ പറയുക. ദ ഗാർഡൻ ദാറ്റ് ആലീസ് സോ. ആലീസ് കണ്ട ഗാർഡൻ എങ്ങനെയാണെന്ന് ഉണ്ടോ അത് പറയണം. ആലീസ് സോ ദ ലവ്ലിയസ്റ്റ് ഗാർഡൻ ഷി ഹാഡ് എവർ സീൻ. അവൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പൂന്തോട്ടം കണ്ടു. വിത്ത് ബ്രൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് കൂൾ ഫൗണ്ടൻസ്. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.